നാഗർകോവിൽ 50 വർഷം തികഞ്ഞ ഒരു ഹോട്ടലാണ് കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ. ഞാൻ വിചാരിച്ചു കുഞ്ഞു കോഴിയുടെ കാലായിരിക്കും. ഇതാ ഒരു ബടാറ് കോഴിയുടെ കാലാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. സേഫ് ഗാർഡ് ഫ്ലവേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. നാഗർകോവിലിലെ വ്യത്യസ്തമായിട്ടുള്ള രുചി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോക്ക് ടവർ കണ്ടില്ലേ? നാഗർകോവിൽ ക്ലോക്ക് ടവറിന്റെ മുന്നിലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നാഗർകോവിലുള്ള എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനും അതുപോലെ ഏറ്റവും കൂടുതൽ വന്ന് സ്പെൻഡ് ചെയ്യുന്ന, അത് ഫുഡ് കഴിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല, ഈ നാഗർകോവിൽ 50 വർഷം തികഞ്ഞ ഒരു ഹോട്ടലാണ് കേട്ടോ. ഒരു നോൺ വെജ് കിട്ടുന്ന ഹോട്ടലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. വാ. ഈ ഒരു ഹോട്ടലിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഭു എന്നാണ് കേട്ടോ. പ്രഭു ഹോട്ടൽ എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. ഇത് ഓപ്പൺ ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11:30, അതായത് മോർണിംഗ് 11:30 ഓപ്പൺ ആവും. അതുപോലെ തന്നെ 3:30 ക്ലോസ് ചെയ്യും. നമുക്കിതാ എത്തിയപ്പോൾ തന്നെ ക്ലോസ് ചെയ്യാൻ സമയമായി. പക്ഷേ ഇവിടുത്തെ വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകോഴിയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന ഒരു ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിങ്ങോട്ട് കയറുകയാണ്. ഏകദേശം 50 വർഷം തികഞ്ഞ ഒരു സ്പോട്ടിലേക്കാണ്, ഒരു ഹോട്ടലിലേക്കാണ് ഞാൻ നിങ്ങളെ കയറ്റുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ വന്നപ്പോഴത്തേനും നോക്കി ഇതുണ്ടോ, ഫുള്ള് വണ്ടിയെല്ലാം നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. വാ. എന്താ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് ഇവിടെയുള്ള ഫുഡ് സ്പേസ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 11:30-ക്കും ഒരു 3:30-ക്കും ഇടയ്ക്കാണ് ഇവിടെ ആൾ തികഞ്ഞു നിൽക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഇവിടെ ക്ലോസ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡിൻ്റെ വിലവിവര പട്ടികയൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ തമിഴ്, അതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് കേട്ടോ. പക്ഷേ ഇത് കുറച്ചുകൂടെ ഇംഗ്ലീഷ് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ മനസ്സിലായേനെ. എങ്കിലും ഇവിടെ ഇവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിക്കൻ, മട്ടൻ, ബീഫ് എല്ലാം കിട്ടും. പിന്നെ അതുപോലെ തന്നെ എഗ്ഗ് കിട്ടും. അങ്ങനെയുള്ള ചിക്കൻ, മട്ടൻ, ബിരിയാണീസ് അങ്ങനെ കിട്ടും. പിന്നെ സ്പെഷ്യലായിട്ടുള്ളത് പൊറോട്ട, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നാടൻ കോഴി, നാട്ടുകോഴി എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ നാടൻ കോഴി എന്ന് പറയും. അങ്ങനത്തെ സംഭവം കൂടെ കിട്ടും. നമുക്കുള്ള സാധനം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കൊള്ളാം കേട്ടോ. ഞാൻ വിചാരിച്ചു കുഞ്ഞു കോഴിയുടെ കാലായിരിക്കും. ഇതാ ഒരു ബടാറ് കോഴിയുടെ കാലാണ് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. അപ്പം ഇതാണ് നാഗർകോവിലെ പ്രഭു ഹോട്ടലിലെ നാട്ടുകോഴിയും ചിക്കൻ കറിയും. അപ്പം ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ക്ലോസ് ആവുന്ന സമയമാണ് 3:30-ക്ക്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സ്റ്റാഫുകളെല്ലാം ഒരുമിച്ചാണ് കേട്ടോ അവരുടെ ക്ലോസിങ് കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് അവർ ചെയ്യുന്നത്. ഫുഡൊക്കെ ഒരുമിച്ച് കഴിക്കുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പം സ്റ്റാഫുകളെല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ആ ഒരു സന്തോഷം, അത് ഭയങ്കര രസം കേട്ടോ. ഞാൻ കണ്ടു, ഇപ്പോൾ ബാക്കിൽ നിങ്ങൾക്ക് കാണാം ഇലയൊക്കെ ഇട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള ഡിഷ് നാട്ടുകോഴിയാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നാട്ടുകോഴിയുടെ ഇത്രയും വലിയൊരു കാല് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു പൊറോട്ട ശകലം ഇങ്ങനെ എടുക്കാം. പൊറോട്ട പിന്നെ നമ്മുടെ മെയിൻ ദേശീയ ഭക്ഷണമാണല്ലോ. അതെടുക്കുക, ഈ ചാറിനകത്ത് കുറച്ച് മുക്കുക, എന്നിട്ട് നാട്ടുകോഴി, അതായത് നാടൻ കോഴി ഇത്ര എടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, 1 2 3. കൊള്ളാം. എനിവേ, എനിക്ക് എരിവ് ഇത്തിരി കൂടുതൽ സാധാരണ വരാറുണ്ട്, ചെറിയ എരിവുണ്ടെങ്കിലും. പക്ഷേ എനിക്കൊരു എരിവ് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നല്ലതാണ് കേട്ടോ. കാരണം ഈ നാടൻ കോഴിക്ക് കൂടെ ഇച്ചിരി എരിവുള്ളത് നല്ലതാണ്. കൊള്ളാം. ഇത് ഇത്രയും പീസ് തന്നെ ഉള്ളത് എന്നാ പറയുക, നമുക്ക് കഴിച്ച് തീരുമ്പം തന്നെ വയറ് നിറയും. ഇതൊരു നല്ല മോരിയോടെ പൊറോട്ട, അത് വേറെ എവിടെ കേട്ടോ. ചാറിനകത്ത് മുക്കി കഴിക്കാൻ കുറച്ചുകൂടെ സൂപ്പറാണ്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേന്
നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാ ഹോട്ടലും ഫുഡ് ഏത് രീതിയിലാണേലും ഇലയിട്ടാണ് കൊടുക്കുന്നത്. അത് വേറൊരു വെറൈറ്റിയാണ്. ഇത് ശരിക്കും ഇങ്ങനെയല്ല കഴിക്കേണ്ടത്, അതാ ഇങ്ങനെ. ഇതാണ് അതിൻ്റെ സ്റ്റൈല് അല്ലേ? നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നാഗർകോവിലെ പ്രഭു ഹോട്ടലിലെ നാടൻ കോഴിയും, അതായത് ഇവർ പറയുന്നത് നാട്ടുകോഴി എന്ന് കേട്ടോ, തമിഴ്നാട്ടിൽ നാട്ടുകോഴിയും പൊറോട്ടയും. ഓക്കെ, നമ്മളെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് ഷട്ടറൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. കാരണം 3:30 വരെയുള്ള ഈ ഒരു ഹോട്ടല്. അപ്പം ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ചോദിച്ചാൽ ഇതൊക്കെ എന്താണ്, അപ്പം എന്താന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് കറക്റ്റ് വായിക്കാറില്ല. അപ്പൊ ഇവിടുത്തെ സൂപ്പർവൈസറായ മദ്യം കഴിച്ചിട്ട് അകത്തേക്ക് ആളെ പ്രവേശിക്കുന്നതല്ല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്ത് സംഭവം. അപ്പൊ ശരിക്കും പറയുന്നത് ഒരു 50 വർഷം പാരമ്പര്യമുണ്ട് ഈ പ്രഭു എന്ന് പറഞ്ഞ ഈ ഒരു ഹോട്ടലിന്. അപ്പം ഈ ഓണർ സാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഈ ഒരു സ്ഥാപനം വളർത്തിയെടുത്തത്. അപ്പം മദ്യം കഴിച്ചിട്ട് ഒരാൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാരമ്പര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് ഫാമിലി ഗസ്റ്റുകളൊക്കെ വരുന്നതാണ്. ആ ഒരു ഇത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ഒരു ബോർഡ് ഇവിടെ വെച്ചേക്കുന്നത്. മദ്യം കഴിച്ചിട്ട് ആളെ വരത്തില്ല. പിന്നെ വേറൊരു കാര്യം കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫാമിലി ആയിട്ട് ഈ നാഗർകോവിലൊക്കെ വരുന്നവർക്കൊക്കെ വളരെ സേഫായിട്ട് കഴിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ വരാൻ പറ്റിയ ഒരു ഹോട്ടലാണ് പ്രഭു ഹോട്ടൽ. കാരണം എന്താ പറയുക, അതായത് നമ്മൾ ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ ഫാമിലി AC റൂമും മുകളിലുണ്ട്, അതായത് സെക്കൻഡ് ഫ്ലോറിലേക്ക് ഉണ്ട്. അപ്പം മുകളിലത്തെ ഫ്ലോറിലുള്ളൂ. അപ്പോഴത്തേന് അങ്ങോട്ടേക്ക് ഒരിക്കലും ഈ സിംഗിളായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടുത്തെ ലോക്കലിൽ എത്ര അടുത്തറിയുന്ന ആളാണെങ്കിലും പിന്നെ എത്ര സ്ഥാനമാനമുള്ള ആളാണെന്നുണ്ടെങ്കിലും മുകളിലേക്ക് കയറ്റത്തില്ല സിംഗിളായിട്ട്. ഫാമിലി ആയിട്ട് വിത്ത് ലേഡീസ്, നമ്മുടെ ഫാമിലി ആയിട്ട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ മാത്രമേ മുകളിലേക്ക് അത് ഫാമിലി ആയിട്ട് കയറ്റുന്നുള്ളൂ. അല്ലാതെ ഒരാളെ പോലും മുകളിലേക്ക് കയറ്റിയിട്ടില്ല. അത്രയും സേഫ്റ്റി ആൻഡ് സെക്യൂർ ആയിട്ടാണ് ഇവർ ഇത്രയും 50 വർഷമായിട്ട് ഈ ഒരു ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നാഗർകോവിൽ വന്നപ്പോഴത്തേന് ഇവിടുത്തെ ടേസ്റ്റുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ട് തുടങ്ങിയപ്പോഴത്തേനും ഫസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് പ്രഭു ഹോട്ടൽ കാണിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിവേ ഞങ്ങൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൽ നിന്നും ഞാൻ ടീം ബൈ.